എറണാകുളം നഗരമെന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഭയങ്കര തിരക്ക്, വാഹനങ്ങൾ, ബഹളമൊക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ശുദ്ധവായു ശ്വസിച്ച് കുറച്ചു നേരം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും പോയിരിക്കേണ്ട സ്ഥലമാണ് കടമക്കുടി എന്ന പ്രകൃതി രമണീയ ഗ്രാമം. സാധാരണ സഞ്ചാരികളെത്തുന്ന തിരക്കുള്ള സമയത്തിനപ്പുറം പുലർച്ചെ പോയാൽ കടമക്കുടിയുടെ മറ്റൊരു മുഖം സുഖകരമായി കാണാൻ കഴിയുമെന്നാണ് എസ് ശ്യാംകുമാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്യാമിൻ്റെ കൂടെ പോയി കടമക്കുടിയിലെ പുലർകാല കാഴ്ചകളൊന്ന് കണ്ടുവരാം. എറണാകുളം ജില്ലയുടെ കുട്ടനാടാണ് കടമക്കുടി. ഒരു സൂര്യോദയത്തിന് മുൻപ് കടമക്കുടിയിലേക്ക് ഒരു യാത്ര ആരംഭിച്ചാൽ മനം നിറയ്ക്കുന്ന ഒരുപിടി കാഴ്ചകൾ കൂടി കൂടെ കൂട്ടിയാകാം തിരികെ മടക്കം. നാട്ടിൻപുറത്തിന്റെ നന്മകളും പ്രകൃതിയൊരുക്കിയ മനോഹരമായ കാഴ്ചകളും നിറഞ്ഞ തനി നാടൻ ഗ്രാമം. ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളും അലച്ചിലുകളുമൊക്കെ അലിയിച്ചു കളയാൻ പറ്റിയ ഇടം കൂടിയാണ് കടമക്കുടി. സാധാരണ സഞ്ചാരികൾ വൈകുന്നേരങ്ങളിലാണ് കടമക്കുടിയിലേക്ക് കൂടുതലായി എത്താറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി രാവിലെ തന്നെ കടമക്കുടിയിലേക്ക് ഒരു യാത്ര പോയാൽ തിരക്കില്ലാത്ത കടമക്കുടിയുടെ സുന്ദരമായ കാഴ്ചകൾ മനസ്സിന്റെ ഫ്രെയിമിൽ നിറയെ ഒപ്പിയെടുക്കാം. നിലവിൽ പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കൃഷി നടക്കുന്ന സമയമാണ്. രാവിലെ തന്നെ വിവിധയിനം കൊറ്റുകളുടെ ഒരു നീണ്ട കൂട്ടം പാടങ്ങളിൽ കാത്തിരിക്കുന്നുണ്ടാകും. നാട്ടുകാർക്ക് സഞ്ചാരികളുടെ തിരക്കില്ലാതെ സ്വന്തം നാടിനെ തിരികെ കിട്ടുന്ന സമയം കൂടിയാണ് പ്രഭാതം. ഒരു വളരെ പ്രസൻ്റായിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് സന്ധ്യയൊക്കെ കഴിയുമ്പോൾ ഇവിടുത്തെ തിരക്കും ഇവിടുത്തെ ആൾക്കാരും ധാരാളം പേര് വരുന്നതെല്ലാം മിക്കവാറും പ്രകൃതി ആസ്വദിക്കാനും പക്ഷികളെയൊക്കെ കാണാനും. വെള്ളയേറ്റമുള്ള സമയത്ത് ആ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ഒന്ന്, പിന്നെ കൃഷി സമയത്ത് പാടങ്ങൾ നിറഞ്ഞ് നെല്ലൊക്കെ വിളഞ്ഞു കിടക്കുമ്പോൾ അത് വേറൊരു സുന്ദരമായിട്ടൊരു കാഴ്ച. പിന്നെ മൊത്തത്തിൽ തുറന്നു കിടക്കുന്ന സ്ഥലം, നല്ല മനോഹരമായ കാറ്റ്, ഇതെല്ലാം ആസ്വദിക്കാനായിട്ട് ധാരാളം പേരിവിടെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് ഒത്തിരി പേരെ ആകർഷിക്കപ്പെടുന്നുണ്ട്. നല്ല സൗമ്യമായിട്ടുള്ള സ്ഥലം. പിന്നെ പ്രകൃതി, മനുഷ്യരും വലിയമില്ലാത്തൊരു മനുഷ്യരാണ്. സുന്ദരമായിട്ടുള്ള സന്തോഷമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് വന്ന് പോകാനായിട്ട് ഒരു എന്താ പറയുന്ന ഒരു കംഫർട്ട് സോണായിട്ട് തോന്നുന്നു നമുക്ക്. നിരവധി പേരാണ് ശുദ്ധമായ അന്തരീക്ഷത്തിൽ തിരക്കില്ലാത്ത കടമക്കുടിയെ കാണാനായി ഇപ്പോൾ എത്തുന്നത്. സുഖകരമായ കടമക്കുടി യാത്രയിൽ വിശാലമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി നിരവധി കോൺക്രീറ്റ് ഇരിപ്പിടങ്ങളാണ് പാതയോരങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കടമക്കുടിയിലൂടെയുള്ള ചെറിയ യാത്ര കഴിഞ്ഞാൽ നാടൻ ഭക്ഷണശാലകൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. നാടൻ കൊഞ്ചും ചെമ്മീനും വരാലുമൊക്കെ കിട്ടുന്ന കള്ള് ഷാപ്പുകളും കടമക്കുടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടങ്ങളായി മാറിക്കഴിഞ്ഞു. നിറയെ ഇടത്തോടുകളും ജലാശയങ്ങളും കണ്ടൽക്കാടുകളും ഒക്കെ നിറഞ്ഞ കടമക്കുടിയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നവരാണ് പ്രദേശത്തുകാർ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കടമക്കുടിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചിലവ് കുറഞ്ഞ രീതിയിൽ
കടമക്കുടിയിലെ ഗ്രാമീണ മേഖലയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ ഒരു മാതൃകാ ടൂറിസം വില്ലേജ് ആകാനുള്ള എല്ലാ സാധ്യതകളും കടമക്കുടിക്ക് മുന്നിലുണ്ട്. നിഖിലിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. അപ്പോൾ കടമക്കുടി അങ്ങനെ കാഴ്ചകൾ മാത്രമല്ല, നല്ല ഭക്ഷണം കിട്ടും അവിടെ. ഈ നാടൻ വിഭവങ്ങളും ഈ ഫിഷ് വിഭവങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ തന്നെ ഈ അവിടുത്തെ പൊക്കാളിപ്പാടത്തു നിന്നും അവിടെ ചെമ്മീനൊക്കെ അവിടെ തന്നെ പിടിക്കുന്ന മീനുകൾ ഒക്കെ ഫ്രഷായി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണിനും വയറിനുമൊക്കെ ഒരു ട്രീറ്റാണ് കടമക്കുടി. അപ്പോൾ ഏതായാലും എറണാകുളത്തുള്ളവർ, എറണാകുളത്തേക്ക് എത്തുന്നവർ ഈ നഗരത്തിൻ്റെ മറൈൻ ഡ്രൈവ് തിരക്കുകൾക്കപ്പുറത്തേക്ക് ഈ കടമക്കുടി കൂടി പോവുക.